പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാനിന്റെ രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10ന്റെ സുന്ദരമായ ഒരു ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് അല്ലെ. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും മഗ്ഫിറത്ത് കിട്ടണം. എന്താണ് ഈ മഗ്ഫിറത്ത്? ഈ മഗ്ഫിറത്ത് നമുക്ക് കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? പ്രധാനമായും 5 കാര്യങ്ങളാണ് മഗ്ഫിറത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏതൊക്കെയാണ് ആ 5 കാര്യങ്ങൾ? കൂട്ടത്തിൽ റമദാനിന്റെ രണ്ടാമത്തെ 10 എന്താണെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കേണ്ട ഒരു ഇസ്തിഗ്ഫാറുണ്ട്. ഔലിയാക്കന്മാര് സ്ഥിരമായി പറഞ്ഞിരുന്ന ഒരു ഇസ്തിഗ്ഫാറാണ്. ആ ഇസ്തിഗ്ഫാർ ഏതാണ്? അത് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെ? വിശദമായ ചർച്ചയാണ്. പ്രത്യേകിച്ച് രണ്ടാമത്തെ 10 ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അവസാനം വരെ കാണാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന, സ്നേഹ, ആദരവുകൾ കൊണ്ട് അനുഗ്രഹീതരായ പവിത്രമായ പരിശുദ്ധമായ ഈ റമദാനിൽ സുന്ദരമായ നമ്മുടെ ഈ ഒരു ക്ലാസ്, ഈ ഒരു ദീനി ഭാഷണം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, പടച്ച റബ്ബ്, കരുണയുള്ള റബ്ബ് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെല്ലാം വിട്ടുപുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് തരട്ടെ, മർഹമത്ത് തരട്ടെ, സ്വർഗപ്രവേശനം തരട്ടെ, നരകമോചനം പ്രദാനിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ കമന്റിലൂടെയും അല്ലാതെ നേരിട്ടുമൊക്കെ കണ്ട് ദുആവസിയത്തായി നിരവധി കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. വിഷമ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ മഗ്ഫിറത്തിന്റെ 10ലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇന്ന് മഗ്ഫിറത്തിന്റെ 10ന്റെ രണ്ടാമത്തെ ദിവസമാണ്, അതായത് 12ാമത്തെ ദിവസമാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള റമദാൻ അവസാനം വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് നമ്മുടെ പാപമോചനത്തിന് വേണ്ടി, ഈ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മഗ്ഫിറത്തിന്റെ 10 എന്നല്ലേ ഇപ്പൊ നമ്മൾ ഈ 10നെ പറയുന്നത്. 10 ദിവസത്തെ മഗ്ഫിറത്തിന്റെ 10 എന്ന് പറഞ്ഞാൽ പാപമോചനത്തിന്റെ 10 എന്നാണ് അർത്ഥം. അതായത് നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകും അല്ലെ. അതായത് തെറ്റുകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്. മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്. ഒരാള് ഏറ്റവും വലിയ തെറ്റുകാരനാകുന്നത്, ഏറ്റവും വലിയ അക്രമിയാകുന്നത് എപ്പോഴാണെന്നറിയോ? ഒരു പാപം ചെയ്യുമ്പോഴല്ല, മറിച്ച് ആ ചെയ്ത കാര്യം അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പശ്ചാത്തപിക്കുകയും ചെയ്യാതിരിക്കുമ്പോഴാണ്. കള്ള് കുടിക്കൽ ഹറാമാണെന്നറിയാം. കള്ള് കുടിക്കുമ്പോൾ ഒരു ശിക്ഷയുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ കള്ളുകുടി പാടില്ല എന്ന് അറിയാം. ഈ കള്ളു കുടിച്ചാൽ അള്ളാഹു നരകത്തിൽ ഇടുമെന്നറിയാം. എന്നിട്ട് അതിനൊക്കെ നിസ്സാരമാക്കിയിട്ട് അത് ചെയ്ത് അതിൽ നിന്നും അള്ളാഹുവിനോട് പാപമോചനം തേടാതിരിക്കുമ്പോഴാണ് അവൻ ഏറ്റവും വലിയ അക്രമിയാകുന്നത്. നബിതങ്ങളുടെ ഒരു ഹദീസിലുണ്ട്, അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരെയാണെന്നറിയോ? എപ്പോഴും ഇബാദത്ത് ചെയ്യുന്നവരെ അല്ല, മറിച്ച് ഇബാദത്തൊക്കെ ചെയ്യുന്നു, പക്ഷെ ഇടയ്ക്ക് അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിപ്പോകും, ഒരു തെറ്റ് പറ്റിപ്പോകും. ആ സമയത്ത് പടച്ചോനെ എനിക്ക് പറ്റുപോയി അല്ലാ, നീ വിട്ടുപുറത്തു മാപ്പ് തരണേ അല്ലാ എന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്യുമ്പോൾ, ഇസ്തിഗ്ഫാർ പറയുമ്പോഴാണ് അവൻ ഏറ്റവും നല്ല മനുഷ്യനാകുന്നത്. അവനെയാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഏകദേശം 10 ദിവസങ്ങൾ നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ ചോദിച്ചു. ഇനി നമ്മൾ ചോദിക്കുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള പാപമോചനമാണ്. അതിനേത് ദിക്റാണ് നമ്മൾ പറയേണ്ടത്? അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ്, ഇനിയുള്ള എല്ലാ ദിവസവും ഈ ഒരു ദിക്ർ മറന്നു പോവാതെ പറയണേ. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, നമ്മുടെ തെറ്റുകൾ അള്ളാഹു തആല പുറത്തു തരുന്നത് പല രൂപത്തിലാണ്. പ്രധാനമായും 5 രൂപത്തിലാണ് അള്ളാഹു നമ്മുടെ തെറ്റുകൾ പുറത്തു തരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം അത് പരിശുദ്ധമായ ഖുർആൻ പാരായണമാണ്. ഒരാൾ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അവൻ ഖുർആൻ എടുക്കുമ്പോൾ അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നു. ഖുർആൻ ഓതാൻ വേണ്ടി വുദു എടുക്കുമല്ലോ, വുദു എടുക്കുമ്പോൾ തന്നെ അവന്റെ തെറ്റുകൾ അള്ളാഹു തആല പുറത്തു കൊടുക്കുന്നു. പിന്നെ അതിനുശേഷം അവൻ വിശുദ്ധമായ ഖുർആൻ എടുക്കുന്നു. ഖുർആൻ എടുക്കുമ്പോൾ അവന്റെ തെറ്റുകൾ പൊറുക്കപ്പെടുകയാണ്. ഖുർആൻ എടുത്തിങ്ങനെ തുറന്നു വെക്കുമ്പോൾ ആ ഖുർആൻ ഇങ്ങനെ ഓതുന്ന സമയത്ത് ഓരോ അക്ഷരത്തിന് പകരമായും ഇവന്റെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്.
അപ്പൊ വിശുദ്ധമായ ഖുർആൻ നമ്മൾ എത്രമാത്രം പാരായണം ചെയ്യുന്നുവോ അത്രമാത്രം നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരും. രണ്ടാമത്തേത്, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള രണ്ടാമത്തെ വഴി അതേതാണ്? പരീക്ഷണങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ അതിൽ സഹിക്കലാണ്, ക്ഷമിക്കലാണ്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസ്, മാ മിൻ മുസീബത്തിൻ തുസീബുൽ മുസ്ലിമു ഇല്ലാ കഫറല്ലാഹു ബിഹാ അൻഹു ഹത്ത ശൗകതു യുശാഖുഹാ. ആ ഹദീസിന്റെ അവസാനം വരെ, അതായത് ഒരാളുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷമങ്ങൾ വരുമോ, നമുക്കൊരു പനി വന്നു, ഒരു ജലദോഷം വന്നു, തുമ്മൽ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിനൊരു അസ്വസ്ഥത വന്നു, BP കൂടിപ്പോയി, BP കുറഞ്ഞുപോയി, തലകറക്കം വന്നു, തലവേദന വന്നു, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കയ്യോ കാലോ എവിടെയെങ്കിലും തട്ടി, ഇതൊക്കെ അള്ളാഹു നമുക്ക് വെറുതെ തരുന്നതല്ല. അതിനൊക്കെ അള്ളാഹു നമ്മുടെ ആ സഹിക്കുന്ന ഓരോ വേദനക്കും, ഓരോ സെക്കൻഡിലെ വേദനയ്ക്ക് പകരമായും നമ്മുടെ തെറ്റുകൾ അള്ളാഹു താല നമ്മളറിയാതെ പുറത്തു തരുമെന്നാണ്. നമ്മുടെ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു പോവുക, അത് നമുക്ക് ഭയങ്കര വിഷമമല്ലേ? നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവുക, സങ്കടം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്നു, പെട്ടെന്ന് ഒരു കുളിച്ചൊരുങ്ങി നമ്മൾ പോകുന്നു, പെട്ടെന്ന് വണ്ടി പഞ്ചറായി, നമുക്കൊരു വിഷമം ഉണ്ടാകും. അത് എന്താണ്? വണ്ടി പഞ്ചറായി ആയിക്കോട്ടെ, പക്ഷേ അതിൻ്റെ പിറകിൽ നമ്മൾ ആ സഹിക്കുന്ന വേദന ഉണ്ടല്ലോ, ആ ഒരു വിഷമം, ആ ഒരു നിമിഷത്തെ സങ്കടം. ചിലപ്പോൾ നമ്മൾ വേറെ ഓട്ടോ വിളിച്ചോ കാർ വിളിച്ചോ പോകും, പക്ഷെ ആ ഒരു സെക്കൻഡ് സമയത്ത് കാറ് പഞ്ചറാണല്ലോ, ആ സമയത്തുള്ള ആ ഒരു ചെറിയ വിഷമം പോലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് മഗ്ഫിറത്ത് കിട്ടുമെന്നാണ്. എത്രത്തോളം നബി തങ്ങൾ പറയുന്നു, ഒരു മുള്ളു കൊണ്ടു നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് കൈ വേദനിച്ചു, കൈ ഇങ്ങനെ ഇടിച്ചു, അല്ലെങ്കിൽ എന്താണ്, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു മുള്ളു കൊണ്ടു ചെറിയൊരു വേദന ഉണ്ടാവൂലേ, ആ വേദന പോലും, ഉറുമ്പ് കടിച്ചു ആ വേദന പോലും, കൊതുക് കടിച്ചു ആ വേദന പോലും എന്താണ്, നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള വഴിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള മൂന്നാമത് ഒരു വഴിയുണ്ട്. അതേതാണ്? സുലത്തുർ റഹിം, കുടുംബബന്ധം ചേർക്കലാൻ. കുടുംബബന്ധം ചേർത്താൽ വല്ലുമ്മ, വല്ലുപ്പ, വാപ്പ, ഉമ്മ, എളീമ, എളാപ്പ, മൂത്തമ്മ, മൂത്താപ്പ, അതുപോലെ മാമിമാര്, മാമമാര്, കൊച്ചാപ്പമാര്, കൊച്ചുമ്മമാര്, ഇങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാവരെയും കാണാൻ പോവുക, അവരോട് സുഖ അന്വേഷണങ്ങൾ നടത്തുക, അവർക്ക് എന്തെങ്കിലും ഹദിയ കൊടുക്കുക, അവരെ ഭക്ഷണത്തിന് ക്ഷണിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, ഇതെല്ലാം നമുക്ക് അല്ലാഹു തആല ആയുസ് നീട്ടിത്തരുകയും നമ്മുടെ പാപങ്ങൾ പുറത്തു തരുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. നാലാമത്തേത് തുഅതി സ്വദഖ, സ്വദഖ കൊടുക്കുക. മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുക്കുക? ദാനം കൊടുക്കുക. നമ്മുടെ തെറ്റുകൾ പുറത്തു തരുന്നതാണ്. സ്വദഖ കൊടുക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടുക മാത്രമല്ല, നമുക്ക് അല്ലാഹു ആയുസ് നീട്ടിത്തരുമെന്നാണ്. മോശമായ മരണത്തെ തൊട്ട് അല്ലാഹു തആല കാക്കുമെന്നാണ്. ഒരാൾ ഒരു ദിവസം എന്തെങ്കിലും ഒരു സ്വദഖ കൊടുത്താൽ ആ സ്വദഖ കൊടുത്തതിന്റെ ഫലമായി അന്നത്തെ ദിവസം അവൻ ചിലപ്പോൾ മരിച്ചേക്കാം, ചിലപ്പോൾ മരണത്തിൽ നിന്നുള്ള കാവൽ അല്ലാഹു തന്നേക്കാം. ഇനി മരിച്ചാൽ തന്നെ മോശപ്പെട്ട മരണമുണ്ടാവില്ല, നല്ല മരണമായിരിക്കും അവനിക്കുണ്ടാവുക. ഇനിയോ അഞ്ചാമതൊരു കാര്യം, ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ പറയണേ. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പമുള്ള വഴിയാണ് അസ്തഗ്ഫിറുല്ലാഹ്. ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണേ. ഇന്ന് ഒരു പ്രത്യേകമായ ഒരു ഇസ്തിഗ്ഫാർ എൻ്റെ വാപ്പമാർക്ക് ഉമ്മമാർക്ക് പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഗ്രന്ഥം ഖുർആൻ പഠിച്ച, ഹദീസുകൾ പഠിച്ച മഹാന്മാര് പറഞ്ഞു തരുന്നു, ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി എന്ന ദിക്ർ അവൻ സ്ഥിരമാക്കി കഴിഞ്ഞാൽ അവനിക്ക് മക്കളില്ലെങ്കിൽ അള്ളാഹു അവനിക്ക് ഖൈറായ മക്കളെ കൊടുക്കുന്നതാണ്. മഴയില്ലാത്ത നാടാണെങ്കിൽ ഈ ഇസ്തിഗ്ഫാർ പറഞ്ഞു ദുആ ചെയ്താൽ അള്ളാഹു നല്ല മഴ കൊടുക്കുന്നതാണ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ, കച്ചവടത്തിൽ ബറക്കത്തില്ലാതെ വിഷമിക്കുന്നവരെ, കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ വിഷമിക്കുന്നവരെ, നിങ്ങൾക്ക് ഈ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അതിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും മാറി സന്തോഷം വരുന്നതാണ്. ഏതാണ് ഇസ്തിഗ്ഫാർ? അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി. ഔലിയാക്കന്മാര് പറഞ്ഞിരുന്ന, ഔലിയാക്കന്മാര് അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി അവർ പറഞ്ഞിരുന്ന ഇസ്തിഗ്ഫാറാണിത്. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി. ഇലൈക്ക് എന്നും പറയാം, ഇലൈഹ് എന്നും പറയാം, രണ്ടു പറഞ്ഞാലും ശരിയാണ്. ഇവിടെ ഇലൈഹ് എന്നാണ്. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി. എൻ്റെ റബ്ബായ അല്ലാഹ്, എൻ്റെ രക്ഷിതാവായ അല്ലാഹ്,
നിന്നോട് ഞാൻ പാപമോചനം തേടുകയാണ് റബ്ബേ. അള്ളാഹുവേ, ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും ഞാൻ നിന്നോട് തൗബ തേടുകയാണ് അല്ലാ എന്നാണ് ഇതിന്റെ അർത്ഥം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈഹി. ഇസ്തിഗ്ഫാർ ധാരാളമായി പറയണേ എൻ്റെ ഉമ്മമാരെ, ഇസ്തിഗ്ഫാർ ധാരാളമായി പറയണേ എൻ്റെ വാപ്പമാരെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ തെറ്റും, എപ്പോഴാണ് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരിക എന്ന് പറയാൻ പറ്റില്ല. കുറേ നിസ്കരിച്ചത് കൊണ്ടോ കുറേ നോമ്പ് പിടിച്ചത് കൊണ്ടോ മാത്രമൊന്നും നമ്മുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ, ഒരു സ്ത്രീ അവര് ഒരു പൂച്ചയെ കെട്ടിയിട്ടു, അതിന് ഭക്ഷണവും വെള്ളവും കൊടുത്തില്ല, അവര് എങ്ങോട്ട് പോയി? നരകത്തിൽ പോയി എന്നാണ്. എന്നാൽ അവരെ പറ്റി പറയുന്നത് അവർ ഇബാദത്തുള്ള സ്ത്രീയായിരുന്നു എന്നാണ്. അവർ അള്ളാഹുവിന് ദിക്റുകൾ ചെയ്യുന്നു, തസ്ബീഹുകൾ പറയുന്നവരായിരുന്നു, നിസ്കരിക്കുന്നവരായിരുന്നു. പക്ഷെ ഒരൊറ്റ കാര്യം ചെയ്തു, പൂച്ചയെ കെട്ടിയിട്ടു. അതായത് ആ ഒരൊറ്റ കാര്യം കൊണ്ട് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും അവർക്ക് അള്ളാഹു താല കരുണ കൊടുത്തില്ല, മഗ്ഫിറത്ത് കൊടുത്തില്ല. വേറെ ഒരു പെണ്ണ്, അവർ മോശം ജീവിതം നയിക്കുന്നവളായിരുന്നു. പക്ഷെ ഒരു നായ വിശന്ന് വലഞ്ഞ് ദാഹിച്ചപ്പോൾ അവർ വെള്ളം കൊടുത്തു. ആ വെള്ളം കൊടുത്തു എന്ന ആ ഒരു ഒറ്റ കാരണം കൊണ്ട് അള്ളാഹു താല അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുത്തു എന്നാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കില്ല അള്ളാഹു നമ്മളെ സ്വീകരിക്കുക. ഇപ്പോ പറയപ്പെടുന്നു മഹാനായ ഇമാം നവവി റളിയല്ലാഹുവിനു, വലിയ പണ്ഡിതനാണ്. 40 വയസ്സ് വരെയാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു ജീവിച്ചത്. 40 വയസ്സ് വരെ. 40 വയസ്സ് വരെയാണ് ജീവിച്ചതെങ്കിലും 400 വർഷം കൊണ്ട് എഴുതി തീർക്കേണ്ട കിതാബുകൾ, മസ്അലകളൊക്കെ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ടെന്നാണ്. എന്തുമാവട്ടെ, അപ്പൊ ഇദ്ദേഹം വഫാത്തായി മരണപ്പെട്ട് മറമാടി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരൻ ഇദ്ദേഹത്തെ സ്വപ്നം കണ്ടു. അപ്പൊ ചോദിച്ചു, ഒരുപാട് നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, ഒരുപാട് കിതാബുകളൊക്കെ എഴുതി, 40 വർഷത്തെ ജീവിതത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അമൽ ഏതാ? അപ്പോ ഇമാം നബവി പറഞ്ഞതേ, എൻ്റെ നിസ്കാരം അള്ളാഹ്ക്ക് ഇഷ്ടമായെന്നല്ല, എൻ്റെ നോമ്പ് അള്ളാഹ്ക്ക് ഇഷ്ടമായെന്നല്ല, എൻ്റെ ഹജ്ജോ ഉംറയോ അള്ളാഹു താല അതൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ആദ്യം അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണെന്നറിയോ? ഒരിക്കലേ ഞാൻ ഈ കിതാബ് എഴുതാൻ വേണ്ടി എൻ്റെ പേന, അന്നൊക്കെ പേന എന്ന് പറഞ്ഞാൽ ഒരു മരക്കഷ്ണം, അതിങ്ങനെ മഷിയിൽ മുക്കിയിട്ട് എഴുതലായിരിക്കുമല്ലോ. അപ്പൊ എൻ്റെ പേന ഞാനിങ്ങനെ മഷിയിൽ മുക്കിയിട്ട് ഇങ്ങനെ എഴുതാൻ വേണ്ടി പേപ്പറിൽ വെച്ചപ്പോൾ ഈ പേനയുടെ അഗ്രഭാഗത്ത് അറ്റത്ത് ഈ മഷി ഇങ്ങനെ കൂടി നിൽക്കും. അപ്പോൾ ഒരു പ്രാണി, ആ പ്രാണി ഇങ്ങനെ പറന്നു വന്നിട്ട് ആ മഷിയിൽ വന്നിരുന്നു. എന്നിട്ട് ആ മഷി ഇങ്ങനെ കുടിക്കുകയാണ്. അത് ദാഹിച്ചത് കൊണ്ട് അതിങ്ങനെ കുടിക്കുകയാണ്. ഞാനിങ്ങനെ പേന അനക്കാതെ വെച്ചു. അനക്കിയാൽ ആ പ്രാണി പറന്നു പോകും. അപ്പോൾ ആ പ്രാണി ആ മഷി മുഴുവനും കുടിച്ചു തീർത്തിട്ട് അത് പറന്നുപോയി. ഞാനത് കാര്യമാക്കിയിട്ട് ഞാൻ വീണ്ടും മഷിയിൽ മുക്കിയിട്ട് ഞാൻ വീണ്ടും എഴുതാൻ തുടങ്ങി. അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതാണെന്നാണ്. അള്ളാഹു എനിക്ക് ഒരുപാട് വിശാലമായ മഗ്ഫിറത്ത് തന്നു ആ ഒരൊറ്റ കാരണം കൊണ്ടെന്നാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ നമ്മൾ കോഴിയെ വളർത്തുന്നു, ആടിനെ വളർത്തുന്നു, മീനിനെ വളർത്തുന്നു, അല്ലെ, ലൗബേഴ്സിനെ വളർത്തുന്നു, പ്രാവിനെ വളർത്തുന്നു. അതിനൊക്കെ നമ്മൾ തീറ്റ കൊടുക്കാറുണ്ട്. പൂച്ചയെ വളർത്തുന്നു. അപ്പൊ അതിനൊക്കെ തീറ്റ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതിന് വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വലിയ മഗ്ഫിറത്ത് നമുക്ക് കിട്ടുമെന്നാണ്. ആ ജീവികളോട് കരുണ കാണിക്കുന്നത് കൊണ്ട്, അവക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ മാസത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും മഗ്ഫിറത്ത് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സഹജീവികളോട് കരുണ കാണിക്കുക, നമ്മൾ കൂട്ടത്തിലുള്ളവരോട് മഗ്ഫിറത്തോടു കൂടി പെരുമാറുക. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ വാപ്പ, അവരോടൊക്കെ നല്ല രൂപത്തിൽ പെരുമാറുക. നമ്മുടെ പെരുമാറ്റം അത് നന്നാക്കിയാൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും വലിയ രൂപത്തിൽ മഗ്ഫിറത്ത് കിട്ടുമെന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാൻഹു എപ്പോഴും പാടുന്ന മഹാനവർകൾ പലപ്പോഴായി അതൊരു തൗബയാണ്, അതൊരു ഇസ്തിഗ്ഫാറാണ്. 4 വരി ബൈത്ത് പാടുമായിരുന്നു. നമ്മളത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുൽ ദംബിൽ അളീമി. അല്ലാഹുവേ, പടച്ചവനെ, ഞാൻ സ്വർഗത്തിൽ കടക്കാൻ ഒരു നന്മയും ചെയ്തിട്ടില്ല, എന്നാൽ നരകത്തിൽ പ്രവേശിക്കാൻ എനിക്കൊട്ട് കഴിവുമില്ല. എന്നെ കാക്കണയല്ല, നിന്റെ ഔദാര്യം കൊണ്ട് എൻ്റെ പാപങ്ങൾ പുറത്തു തരണയല്ല, എൻ്റെ തൗബ സ്വീകരിക്കണയല്ല, എന്നെ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. ഇത് നമ്മൾ പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് വലിയ ഒരു തൗഫീഖ് കിട്ടും, നമ്മുടെ പാപങ്ങൾ പൊറുപ്പിച്ച് കിട്ടുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഒരു ദുആ പഠിച്ചു വെച്ചിട്ട് ഉമ്മമാരൊക്കെ ഇങ്ങനെ അതൊന്ന് പാടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ
അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അളീമി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഗ്ഫിറത്തിന്റെ പത്തിൽ അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. മഗ്ഫിറത്ത് കിട്ടാനുള്ള എളുപ്പ വഴികൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് പറയുക, അത് ചെയ്യുക. കൂട്ടത്തിൽ നമ്മൾ ഇന്ന് പറഞ്ഞ അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബി വഅതൂബു ഇലൈ എന്ന ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്ത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് അള്ളാഹു നൽകട്ടെ. ഈ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.